നിലപാടുകൾ പറയേണ്ടയിടത്ത് പറയുക എന്നുള്ളത് അത് അതിൻ്റെ ഒരു എന്താണ് അതിന് ചങ്കൂറ്റമുള്ള പാർട്ടിയാണ് ഈ പാർട്ടി. അത് പറയേണ്ടയിടത്തിൽ പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഈ പാർട്ടിയുടേത്. അത് ഈ രാജ്യത്തോടുള്ള കടമയുടെ ഭാഗമായാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ പറയേണ്ടയിടത്ത് പറയേണ്ട സമയത്ത് പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ. അത് തന്നെ വലിയ സന്തോഷം. മുഖവിലയ്ക്കിടയ്ക്ക് പറയേണ്ടത് പറയാതിരിക്കുക എന്നുള്ളതാണ് ഭീരുത്വം. പറയേണ്ടടുത്ത് പറയുക, പറയേണ്ട സ്ഥലത്ത് പറയുക എന്നുള്ളതാണ്. അത് പറഞ്ഞിട്ടുണ്ട്. അതിന് തുടർച്ചയായി ആ വിഷയങ്ങൾ ഞങ്ങൾ അവിടെ മുന്നണിക്കകത്തും അതുപോലെ സർക്കാരുമായിട്ടും അതുപോലെ മുഖ്യമന്ത്രിയുമൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ വിഷയമെന്ന് പറഞ്ഞാൽ ഇത് ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ ഈ രാജ്യത്തെ തലമുറയെ മുഴുവൻ വരും തലമുറയെ മുഴുവനും ഒരു വർഗീയ ശക്തികളായി വളർത്തിക്കൊണ്ടുവരുന്നതിന്, ഫാസിസ്റ്റ് ശക്തികളായി വളർത്തിക്കൊണ്ടുവരുന്നതിന് ഈ രാജ്യത്തെ അത്തരം ഒന്നിലേക്ക് മതേതര ജനാധിപത്യ ഫെഡറൽ രാജ്യമായി ഈ രാജ്യത്തെ ഒരു മതാടിസ്ഥാന ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസത്തെ ഒരു ആയുധമാക്കി സംഘപരിവാർ സംഘടനകളും കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ശ്രമം നടത്തുന്നു എന്നുള്ളിടത്ത് അതൊരു വലിയ ആപത്താണ്. ആ ആപത്തിനാണ് ഇപ്പോൾ ഞങ്ങൾ ചെറുത്തുകൊണ്ട് അത് ആ നിലപാടിൽ മാറണമെന്ന് സംസ്ഥാന സർക്കാരിനോട് പറയുന്നത്. എനിക്കറിയില്ല അതെങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ. അത് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ്. ആ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ ഞങ്ങൾ അതിനോട് വിയോജിക്കുന്നു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. മുന്നണിയിൽ തീർച്ചയായിട്ടും ഇതൊരു വളരെ ഒരു നയപരമായ വിഷയമാണ്. അതൊക്കെ സ്വാഭാവികമായും മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ചർച്ച ചെയ്ത് മാധ്യമ വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പല പാർട്ടികളും ഇതിൽ സംസാരിച്ചില്ല. അത്തരം ഇടതുമുന്നണിയിൽ സംസാരിക്കാത്തതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയതായിട്ടൊക്കെ വാർത്തകളിൽ കണ്ടു. അത് മുന്നണി മര്യാദയുടെയൊക്കെ ഭാഗമാണ്. ഞങ്ങളുടെ പാർട്ടിയോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉള്ള വസ്തുത. അതിൻ്റെയും എതിർപ്പ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്.